31ാമത്തെ മലയാളത്തിൻ്റെ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാ PSC ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത് 13 ക്വസ്റ്റ്യൻസ് ആണ്. പര്യായപദങ്ങൾ, കവിവാക്യം, ആത്മകഥകൾ, തൂലികാനാമങ്ങൾ, കഥാപാത്രം, കൃതി, രചയിതാവ്, ഇങ്ങനെ ഹെഡിങ്ങിനകത്ത് 13 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. 5 ഹെഡിങ് ആയിട്ട് 13 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചെടുക്കുക. 30 റിവിഷൻ ക്ലാസ് നമ്മുടെ കഴിഞ്ഞു. മലയാളത്തിൻ്റെ മാത്രമാണ്. ഫുൾ സിലബസും നമ്മുടെ റാങ്ക് ഫയൽ അനുസരിച്ച് തന്നെയാണ്. ഓരോ റാങ്ക് ഫയലിനകത്തുനിന്നും എന്തൊക്കെ വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളിത് റിവൈസ് ചെയ്യുന്നുണ്ട്. ഇന്ന റാങ്ക് ഫയലൊന്നൊന്നുമില്ല. പല റാങ്ക് ഫയലിനകത്തുനിന്ന് നമ്മൾ കളക്ട് ചെയ്തതാണ്. നമ്മുടെ പല മെറ്റീരിയൽസിനകത്തുനിന്ന് കളക്ട് ചെയ്തതാണ് നമ്മുടെ മലയാളത്തിൻ്റെ മാത്രം കേട്ടോ. പല ക്വസ്റ്റ്യൻസും ആവർത്തന ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തായാലും സിലബസ് വൈസ് തന്നെയാണ് പോകുന്നത്. നന്നായിട്ട് പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പര്യായ പദങ്ങൾ, കവിവാക്യം, ആത്മകഥകൾ, തൂലികാനാമങ്ങൾ, കൃതി, കഥാപാത്രം, രചയിതാവ്. നമുക്ക് നോക്കാം. ഉറക്കം, ഏണി, വള്ളി, ഇങ്ങനെ 3 പര്യായപദങ്ങളാണ്. 3 പദത്തിൻ്റെ പര്യായപദങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നന്നായിട്ട് പഠിച്ചെടുക്കുക. അറിയാവുന്നവർക്ക് ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് തോന്നും കേട്ടോ. പക്ഷേ അറിയാൻ വയ്യാത്തവർക്ക് ഒരു ചെറിയ സംശയമൊക്കെ കിടക്കും, അതാണോ എന്നൊക്കെ ഉള്ളവർക്ക് ഒരു ഹെൽപ്ഫുള്ളാണ്. എന്തായാലും ഇത് ഇത്രയൊക്കെ പഠിക്കാനുണ്ടെന്നൊരു ഓർമ്മയെങ്കിലും, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് പഠിച്ച് തീർക്കാനുണ്ടല്ലോ എന്നുള്ളൊരു ഒരു എനിക്ക് അതൊക്കെ പഠിച്ച് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉള്ളവർക്ക് ഈ റിവിഷൻ ക്ലാസ് വളരെയധികം പ്രയോജനപ്രദമാകും. നന്നായിട്ട് പഠിച്ചെടുക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അറിയാൻ വയ്യാത്തത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഉറക്കം, സ്വാപം, സുപ്തി, നിദ്ര, സുഷുപ്തി, സംവേശം. സ്വാപം, സുപ്തി, നിദ്ര, സുഷുപ്തി, സംവേശം. ഏണിയുടെ പര്യായപദങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോപാനം, നിശ്രേണി, ശ്രേണി, ഗോവണി, അധിരോഹിണി. സോപാനം, നിശ്രേണി, ശ്രേണി, ഗോവണി, അധിരോഹിണി. വള്ളി, വല്ലി, ലത, വല്ലരി. വള്ളി, ലത, വല്ലരി. ഇത് നമ്മൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പര്യായപദമാണ് കേട്ടോ. വള്ളി, വല്ലി, ലത, വല്ലരി. നന്നായിട്ട് പഠിച്ചെടുക്കുക. നമുക്ക് എന്തായാലും 10ാം ക്ലാസ് വരെയുള്ള പഠിക്കാനുള്ള ബേസിക് കാര്യങ്ങളാണ് നമുക്ക് ചോദിക്കുന്നത്. അത് നന്നായിട്ട് പഠിച്ചെടുക്കുക. അടുത്തതാണ് കവിവാക്യം. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും, സ്വയം മധുരിച്ചിടാം പരിശീലിപ്പൊരു കയ്പുതാനുമേ. കുമാരനാശാൻ്റെ ചിന്താവിഷയായ സീതയിൽ നിന്നെടുത്തിട്ടുള്ള കവിവാക്യങ്ങളാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്തത്. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും, സ്വയം മധുരിച്ചിടാം പരിശീലിപ്പൊരു കയ്പുതാനുമേ. ഇന്നത്തെ മലയാളത്തിൻ്റെ റിവിഷൻ ക്ലാസ്സിൽ 31ാമത്തെ റിവിഷൻ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമുക്ക് കവിവാക്യങ്ങൾ തീർന്നു. അതായത് ഇപ്പോഴുള്ള മലയാള റിവിഷൻ ക്ലാസ്സിലെ 30 കവിവാക്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളായിരുന്നു. ഇനി കളക്ട് ചെയ്യുന്നതിനകത്ത് ഇതല്ലാതെ വേറെ പുതിയതായിട്ടുള്ള കവിവാക്യങ്ങൾ എന്തെങ്കിലും PSC ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇനി ആഡ് ചെയ്യാം. പക്ഷേ 30 കവിവാക്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഒരു റിവിഷൻ ക്ലാസ്സിൽ റിപ്പീറ്റ് ഒരു കവിവാക്യങ്ങൾ നമ്മൾ പഠിച്ചു. അതുകൊണ്ടാണ് 31ാമത്തെ റിവിഷൻ ക്ലാസ് വരെ വരേണ്ട വന്നത്. അല്ലെ 30 റിവിഷൻ ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കേണ്ടതായിരുന്നു കവിവാക്യം. ഒരു ക്ലാസ്സിൽ അത് റിപ്പീറ്റ് വന്നു. ഒരു കവിവാക്യം നമ്മൾ റിപ്പീറ്റ് വീണ്ടും ഒരു റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പറയേണ്ട വന്നു. അത് എന്തായാലും അതൊന്നുകൂടെ പഠിച്ചു എന്നേ ഉള്ളൂ. ഒരു ദിവസം കൂടെ മുന്നോട്ട് പോയി എന്നേ ഉള്ളൂ. നന്നായിട്ട് പഠിച്ചെടുക്കുക കേട്ടോ. ആത്മകഥകൾ, ആത്മകഥ EMS KR ഗൗരിയമ്മയുടെയും സർദാർ KM പണിക്കരുടെയും എല്ലാം ആത്മകഥകളുടെ പേര് ആത്മകഥ എന്ന് മാത്രമാണ്. അത് തെറ്റിപ്പോകരുത്. ആത്മകഥ എന്ന് പറഞ്ഞ ആത്മകഥയുടെ EMSൻ്റെ ആത്മകഥ ഏതാണ്? ആത്മകഥ. KR ഗൗരിയമ്മയുടെ ആത്മകഥ ഏതാണ്? ആത്മകഥ. സർദാർ KM പണിക്കരുടെ ആത്മകഥയാണ് ആത്മകഥ. എന്തായാലും അത് 3 EMS, KR ഗൗരിയമ്മ, സർദാർ KM പണിക്കർ. ഓക്കെ, തെറ്റിപ്പോകാതെ പഠിച്ചെടുക്കുക. തൂലികാനാമങ്ങൾ 5 പേരുടെ തൂലികാനാമങ്ങളാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത്. നന്നായിട്ട് പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇടമറുക് TC ജോസഫ്, P അയ്യനേത്ത്, AV പത്രോസ്, NK ദേശം, N കുട്ടിക്കൃഷ്ണപിള്ള, കാനം EJ ഫിലിപ്പ്, കൂവമ്പ് KV പുട്ടപ്പ. ഇടമറുക് TC ജോസഫ്, P അയ്യനേത്ത്, AV പത്രോസ്, NK ദേശം, N കുട്ടിക്കൃഷ്ണപിള്ള, കാനം EJ ഫിലിപ്പ്, കൂവമ്പ് KV പുട്ടപ്പ.
അപ്പോൾ തൂലികാനാമങ്ങൾ 5 പഠിച്ചോ? പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. എഴുതി വെച്ച് പഠിക്കുക. അറിയാൻ വയ്യാത്തത് മാത്രം ഒന്ന് നോട്ട് ചെയ്യുക. കഥാപാത്രം, കൃതി, രചയിതാവാണ് ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത്. ഒറ്റയൊരു ഇത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. സുന്ദരികളും സുന്ദരന്മാരും കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് ഖദീജ, ഉറൂബ്. അതുപോലെ തന്നെ സുന്ദരികൾ സുന്ദരന്മാരുടെയും രചയിതാവ് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസത്തെ റിവിഷൻ ക്ലാസ്സിൽ പഠിച്ചതാണ്, അത് ഉറൂബാണ്. പക്ഷേ അതിനകത്തെ കഥാപാത്രങ്ങൾ ഇരുമ്പൻ ഗോവിന്ദൻ നായർ അതിലെ കഥാപാത്രം ഖദീജ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇരുമ്പൻ ഗോവിന്ദൻ നായരും ഇതിലെ കഥാപാത്രം തന്നെയാണ്. നന്നായിട്ട് പഠിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് ഒരു കൃതി മാത്രമേ പഠിക്കുന്നുള്ളൂ. അതിൻ്റെ രചയിതാവ് ആരാണ്, അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. അപ്പോൾ കഥാപാത്രം തന്നിട്ട് ഇരുമ്പൻ ഗോവിന്ദൻ നായർ ഏത് കൃതിയിലെ കഥാപാത്രമാണെന്ന് ചോദിക്കുവാണെങ്കിൽ സുന്ദരിമാരും എന്ന് നമ്മൾ കണ്ണു അടച്ചങ്ങ് മാർക്ക് ചെയ്തോണം. ഞാൻ വെറുതെ പറഞ്ഞതാണ്, കണ്ണൊക്കെ തുറന്ന് തന്നെ അത് മാർക്ക് ചെയ്യുക. നന്നായിട്ട് പഠിച്ചെടുക്കുക. നമുക്ക് ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും നമ്മൾക്ക് ആൻസർ അറിഞ്ഞിരിക്കണം. നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ആഗ്രഹിച്ച സ്ഥാനത്തെത്തണം. അതുകൊണ്ട് നന്നായിട്ട് ഇപ്പോൾ ഒന്ന് കുറച്ച് കഷ്ടപ്പെട്ടാൽ മതി, മെനക്കെട്ടാൽ മതി. നമുക്ക് ആഗ്രഹിച്ച പോലെ നല്ലൊരു ജോലി നേടുവാൻ സാധിക്കും. നമ്മൾ റിവിഷൻ ക്ലാസ് നടത്തി റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റിവിഷൻ നടത്തിയവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നന്നായിട്ട് പഠിച്ച് നല്ലൊരു റാങ്ക്, നല്ലൊരു ജോലി. എല്ലാവർക്കും നല്ല ആശംസകൾ.